അതെ, അമ്മ ചോദിച്ചാ ഞാൻ മേരിയുടെ വീട്ടിലേക്ക് പോയതാന്ന് പറഞ്ഞാ മതി കേട്ടോ. 2 ആഴ്ചത്തേക്ക് പോണോ? ഇത് കുറച്ച് കൂടുതലല്ലേടാ. പറ്റിയാ വേഗം വന്നേക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നീ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? ഞാനില്ലാതിരിക്കാനും നീ പഠിക്കണ്ടേ? പക്ഷെ നീയല്ലേ എപ്പോഴും എന്നെ പ്രശ്നങ്ങളിൽ നിന്നും വന്ന് രക്ഷിക്കുക. പ്രശ്നങ്ങളൊക്കെ തനിച്ച് നേരിടാൻ നീ പഠിക്കണ്ടേ? 2-3 ദിവസമായിരുന്നു സാരമില്ലായിരുന്നു, ഇത് 2 ആഴ്ചയല്ലേ? ഞാൻ നിനക്കൊരു സഹായം ചെയ്തിട്ട് പോകാം. അക്കുത്തിക്കുത്താന വരുമ്പത്ത് മായക്കണ്ണന്റെ കണ്ണുകൊണ്ടൊരു മായാജാലം. ഇതൊരു മാജിക് റബ്ബറാ. നീ എന്ത് തെറ്റ് ചെയ്താലും അത് ഈ പേപ്പറിൽ എഴുതിയിട്ട് ഈ റബ്ബർ ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞേക്ക്. പ്രശ്നങ്ങളൊക്കെ മായമാവും. പക്ഷെ ഒരേ തെറ്റ് 2 പ്രാവശ്യം ആവർത്തിച്ചാൽ ഈ മാജിക് റബ്ബർ ഉപയോഗപ്പെടില്ല. അത് മാത്രം ഓർമ്മിച്ചോണം കേട്ടോ. നന്ദി മായക്കണ്ണ, പക്ഷെ നീ എത്രയും വേഗം തിരിച്ചെത്തണേ. ഒരു കാര്യം മറക്കരുതേ ലീനെ, ഒരു തെറ്റ് തന്നെ 2 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ റബ്ബർ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഞാൻ വരട്ടെ, ബൈ. ലീന മോളെ, മോള് പോയി പൂച്ചക്കുട്ടിയെ വിളിച്ചോണ്ട് വാ. അതില്ലാഞ്ഞിട്ട് വീടിന് ഒരു അനക്കോ ഇല്ല മോളെ. പിന്നെ മേരിയുടെ അമ്മ എന്തെങ്കിലും വിചാരിച്ചാലോ? അല്ലമ്മേ, 2 ദിവസമല്ലേ ആയുള്ളൂ, അതിനുള്ളിൽ. ഞാൻ പറയുന്നത് കേക്ക് മോളെ. മേരിയുടെ അമ്മയ്ക്ക് പൂച്ചക്കുട്ടി ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു തരില്ല. അമ്മ ഉണ്ടാക്കുന്ന ഐസ്ക്രീം കഴിക്കാതെ പൂച്ചക്കുട്ടിക്ക് ഒരുപാട് ദിവസം ഇരിക്കാൻ പറ്റില്ല. വന്നോളും. മോള് പറഞ്ഞാ ശരി. എനിക്ക് ആ പാത്രം ഒന്ന് കഴിയത്താ മോളെ. ലീന മോളെ, ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്റെ അടുത്ത് മാജിക് റബ്ബർ ഉണ്ടല്ലോ. ഇതിന് ഞാൻ മായക്കണ്ണിന് വേണം നന്ദി പറയാൻ. ലീന മോളെ, ഒന്ന് വേഗം എഴുന്നേക്ക്, സമയായില്ലേ? സ്കൂളിൽ പോണ്ടേ, എഴുന്നേക്ക്. ടീച്ചറിന്റെ കയ്യിൽ നിന്ന് നീ ചീത്ത കേട്ടോ. ഇതിനും മാജിക് റബ്ബർ യൂസ് ചെയ്യാം. സമയം മാറി. എന്താ ലീനെ, ഇന്ന് സ്കൂളിലേക്ക് വേഗം പുറപ്പെട്ടെ? ഇന്ന് മുതൽ ദിവസം ഞാൻ നേരത്തെ വരും. മിടുക്കിയായല്ലോ, കേട്ടിട്ട് സന്തോഷം തോന്നുന്നു. ഇങ്ങനെ വേണം മോളെ. സ്കെയിലും കളർ പെൻസിലും എവിടെ വെച്ചെന്ന് കാണുന്നില്ലല്ലോ. അതില്ലാതെ എന്താ ചെയ്യാ? മാജിക് റബ്ബർ ഉള്ളപ്പോ ഞാൻ എന്തിനു വിഷമിക്കണം? എന്റെ സ്കെയിലും പെൻസിലും കണ്ടുപിടിച്ച് തരണം. ഈ റബ്ബർ കൊള്ളാലോ. ലീനെ, അലറം അടിക്കുന്ന കേട്ടില്ലേ? സമയായി, സ്കൂളിൽ പോണ്ടേ, ഒന്ന് എഴുന്നേക്ക്. അമ്മേ, കുറച്ചു നേരം കൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഈയിടെയായിട്ട് നിനക്ക് മടി വളരെ കൂടുതലാട്ടോ. ഒരു തെറ്റ് 2 പ്രാവശ്യം ആവർത്തിച്ചാൽ ഈ മാജിക് റബ്ബർ യൂസ് ആവില്ലെന്ന് മായക്കണ്ണൻ പറഞ്ഞതല്ലായിരുന്നോ? ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന പാഠം എന്താണെന്ന് അറിയാവോ? സയൻസില്. എക്സ്ക്യൂസ് മീ മിസ്. ലീനെ, എന്തു പറ്റിയെന്ന് വളരെ വൈകിയല്ലോ. എത്ര ശ്രമിച്ചിട്ടും നേരെ പുറകോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ശരി, നിർത്തൂ കുട്ടികളെ. ലീനെ, നാളെ സ്കൂളിലേക്ക് വരുമ്പോ ഒരു എസ് എഴുതിക്കൊണ്ട് വരണം. അതാണ് നിന്റെ പനിഷ്മെന്റ്. പറഞ്ഞത് കേട്ടില്ലോ? ലീന മോളെ, ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാം. ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കണേ. ഒരു പിടിയും കിട്ടുന്നില്ല. മാജിക് റബ്ബറിനെ കുറിച്ച് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. അയ്യോ, ഞാൻ വീണ്ടും ആ പ്ലേറ്റ് പൊട്ടിച്ചല്ലോ. ഇപ്രാവശ്യം മാജിക് റബ്ബർ എന്നെ സഹായിക്കില്ല. ഞാൻ ഇപ്പോഴെന്താ ചെയ്യാ? എന്റെ കർച്ചീഫ് കാണാതായി. ഇന്നലെ അത് കണ്ടുപിടിക്കാൻ മാജിക് റബ്ബർ ഉപയോഗിച്ചു.
ലീനേ, അമ്മേ, ഞാൻ സ്കൂളിൽ ലേറ്റ് ആയിട്ട് പോയോ ഇല്ല, വീട്ടിലുള്ളതൊന്നും പൊട്ടിച്ചില്ല. എന്റെ മോളും മിടുക്കിയ, അതുകൊണ്ട് അമ്മ ഐസ്ക്രീം കൊണ്ടുവന്നിരിക്കുന്നത്. മോളെ മേരിയുടെ വീട്ടിൽ പോയി ആ പൂച്ചക്കുട്ടിയെ വിളിച്ചോണ്ട് വാ. 2 ആഴ്ചയായി അതില്ലാഞ്ഞിട്ട് അമ്മയ്ക്ക് ബോറടിക്കുക. ഉം.